നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ, നിങ്ങളൊരു സുഹൃത്ത്, നിങ്ങളടുത്തൊരു ബന്ധു വലിയ സമ്പന്നനാകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്ന് വിചാരിക്കുക, അദ്ദേഹം വലിയ സമ്പന്നനാകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല അല്ലേ? ഒരു പ്രയാസമില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? നിങ്ങളെല്ലാവരും കാണുന്നവരെല്ലാം 1000, 5000, 3000 ഒക്കെ ആളുകൾ കാണുമ്പോൾ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന് വലിയ സമ്പന്നനായേനെ. യൂട്യൂബർ പൈസ തന്നിട്ട് ഒരു തമാശ പറഞ്ഞാട്ടാ. അപ്പോൾ ഈ യൂണിവേഴ്സിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അറബിലൊരു ചൊല്ലുണ്ട്, കമാ തദ്രി തുദാൻ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ പലപ്പോഴും നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ, നിങ്ങളുടെ അയൽപക്ക ബന്ധങ്ങൾക്കിടയിൽ നിങ്ങൾ എന്താണ് നൽകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്നേഹമാണോ? സ്നേഹവും സാഹോദര്യവും നല്ല അടുപ്പവും നല്ല പരസ്പരം ബഹുമാനവും ഒരാദരവും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കിടയിൽ, മക്കൾക്ക്, ഭാര്യയ്ക്ക് ഒരു അവരുടെ ഒരു സ്ഥാനവും കാര്യങ്ങളും, കുടുംബത്തിൽപ്പെട്ടവർക്ക് നല്ല സ്നേഹം നൽകുക, നല്ല ആദരവ് നൽകുക, അവരെ അയൽപ്പക്കത്തുള്ളവരെ, കുറച്ച് പ്രായമുള്ളവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിച്ച് പെരുമാറുക, അങ്ങനെയൊക്കെ ചെയ്ത് നല്ലൊരു അന്തരീക്ഷമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതങ്ങനെ തന്നെ കിട്ടും, തിരിച്ചു കിട്ടും, യാതൊരു സംശയവുമില്ല. അതേപോലെ ചില വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്, മാതാപിതാക്കളെ ഭയങ്കരമായി ദ്രോഹിക്കുന്നത്, പ്രയാസപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവന് ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ടേ അവൻ പോകും. പിതാവിനോട് പുറത്ത് കടക്കാൻ ഒരു മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകൻ ഈ മകനുണ്ടാകുമ്പോൾ ആ മകൻ അവനെ പുറത്താക്കും. അങ്ങനെ അവസ്ഥ ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് ഒരു തമാശ കണ്ടത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. ഒരു പിതാവും മകനും തമ്മിൽ വഴക്കുണ്ടായി. അങ്ങനെ ലാസ്റ്റ് മകൻ പിതാവിനെ അടിച്ചു. എന്നിട്ട് അദ്ദേഹം കുറച്ചപ്പുറം മാറി നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ കരയാണല്ലോ, ഇത് ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ പിതാവിന് നേരെ ഞാൻ കയ്യോങ്ങി, എൻ്റെ മകൻ എന്നെ അടിച്ചു, ഇനി ഇവൻ്റെ മകൻ ഇവൻ എന്തു ചെയ്യുന്നോർത്ത് ഞാൻ ചിരിച്ചതാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എന്താണ് യൂണിവേഴ്സിൽ നൽകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ പരസ്പരം അയൽപക്കത്ത് നല്ല ബന്ധങ്ങളില്ല. എന്തുകൊണ്ട്? പല പാരകളും വെച്ചിട്ട് വെറുതെ ചില സംശയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അവിടെ കണ്ട് എന്തെങ്കിലും ഇതിങ്ങനെ ആയി, വെറുതെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പരസ്പരം അവരെന്തെങ്കിലും കണ്ണ് തട്ടുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട്, അങ്ങനെ പല കൊണ്ടും പല ബന്ധങ്ങളും ഇന്ന് തകർന്നിരിക്കുകയാണ്. കുടുംബത്തിൽ, അയൽപക്കത്ത് ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മളൊന്ന് വീണു പോയാൽ നമ്മളെ വാരിയെടുക്കേണ്ടവർ, നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ, സാമ്പത്തികമായി, ശാരീരികമായി നമ്മളെ സഹായിക്കേണ്ടവർ, അവർക്കൊക്കെ നമ്മൾ നൽകുന്നത് എന്ത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു, അഗാധമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സന്തോഷവും സമാധാനവും നല്ല നല്ല വാക്കുകളും പുഞ്ചിരിയും ഇതൊക്കെ നമ്മൾ നൽകുക. എന്നിട്ട് ഇതൊക്കെ തിരിച്ചു വാങ്ങിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക.